ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും ക്രിസ്തുയേശുവിൽ വളരെ സന്തോഷമായി ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞു. തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയും കാര്യങ്ങളെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഉള്ളങ്ങളെ കൃത്യമായ രീതിയിൽ ദൈവം ശോധന ചെയ്ത് ആത്യന്തികമായിട്ട് ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഓരോ വ്യക്തികളും കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം വാഴണമെന്നുള്ളതാണ്. ആരുടെയും അറിവുകൾ കൂട്ടിക്കാണിക്കാനോ ഒരു വ്യക്തികൾക്കും സ്വയമായി പുകഴ്ച ഉണ്ടാക്കുവാനോ അല്ല സുവിശേഷം എല്ലാവരിലേക്കും പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെ ആഗ്രഹത്തോടുകൂടി ഈ കാര്യങ്ങളെ കേൾക്കുന്നതും ഇതിനെ മനസ്സിലാക്കുന്നതിനും സർവേശ്വരന്റെ നാമത്തിൽ നിങ്ങളോടുള്ള സ്നേഹവും ബന്ധനവും അറിയിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഇനി 2 സഭയ്ക്കുള്ള ദൂതും കൂടിയാണ് നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാനുള്ളത്. ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ ഇനി കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. അവിടെ ദൈവത്തെ പ്രസ്താവിക്കുന്ന വാക്കുകൾ വിശുദ്ധനാണ്, സത്യവാനാണ്, ദാവീദിന്റെ താക്കോലുള്ളവനാണ്. വിശുദ്ധൻ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ നമ്മൾ നോക്കിയാൽ പാപമില്ലാത്തവനായി വളരെ വിശുദ്ധി തികച്ച് തൻ്റെ തീരുമാനങ്ങളും താൻ എടുക്കുന്ന പ്രവൃത്തികളും ഒക്കെ വളരെ ശുദ്ധമായി നിന്നുകൊണ്ട് വളരെ പവിത്രതയോടുകൂടി യേശുക്രിസ്തു ആണ് വിശുദ്ധനായിട്ടുള്ള യേശുക്രിസ്തു. ഫിലദൽഫിയ സഭ ഒരു സ്നേഹസഭയാണ്. സ്നേഹത്താൽ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു അവരെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം തൻ്റെ വിശുദ്ധതയെ പറ്റി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു സഭയോട് യേശുക്രിസ്തു സംസാരിക്കുന്നത്. സത്യവാൻ, യേശു സത്യമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ്. സത്യവാനായിട്ടുള്ള ദൈവമാണ്. വാഗ്ദാനങ്ങൾ തെറ്റിക്കാത്ത കർത്താവ്. നമുക്കൊരു കാര്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടത് തരുന്ന കർത്താവ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമുക്കൊപ്പം കൂടെയിരിക്കുന്ന കർത്താവ്, നമ്മളെ വേണ്ട വിധം നടത്തുന്ന കർത്താവ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ ഒരേ ഒരു വ്യക്തിയെ ഉള്ളു പൂർണ്ണമായിട്ട് കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. മനുഷ്യർ സാഹചര്യത്തിനനുസരിച്ച് മാറും, അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറും. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലും വാക്കുമാറില്ല. യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ, ലോകത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വരില്ല. നമ്മളെ ചേർത്ത് കൊള്ളാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചേർത്തുകൊള്ളും. ആമേൻ, സ്തോത്രം. യേശുക്രിസ്തു സത്യം തെറ്റിക്കാത്തവനാണ്, സത്യവാനാണ്. യേശുവിൻ്റെ ആ സത്യത്തിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതകളെ നമ്മൾ നയിക്കേണ്ടത്. ദാവീദിന്റെ താക്കോലുള്ളവൻ, ദാവീദിന്റെ വംശത്തിൽ നിന്നും വരുന്ന മിശിഹായ്ക്ക് ദൈവം നൽകിയ പ്രത്യേക അധികാരമാണത്. ആർക്കും തുറക്കാൻ കഴിയാത്തതും അടയ്ക്കാൻ കഴിയാത്തതുമായിട്ടുള്ള രാജകീയ അതോറിറ്റി. ക്രിസ്തുവിന് മാത്രമേ അത് തുറക്കുവാനും അടയ്ക്കുവാനും സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു തുറന്നാൽ മറ്റാർക്കും അത് അടയ്ക്കാൻ പറ്റില്ല. യേശുക്രിസ്തു അടച്ചാൽ മറ്റാർക്കും അത് തുറക്കാൻ പറ്റില്ല. നമ്മളുടെ രാജ്യത്തെ തുറക്കുന്നവർ, നമ്മുടെ ശുശ്രൂഷയെ തുറക്കുന്ന യേശുക്രിസ്തു, നമ്മുടെ വിളി, നമ്മുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹം തരുന്ന യേശുക്രിസ്തുവാണ്. ഫിലദൽഫിയ സഭയ്ക്ക് യേശുക്രിസ്തു ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. നിങ്ങൾക്കായി തരുന്ന ഒരു അനുഗ്രഹം. ഞാൻ തുറക്കുന്ന വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും സാധിക്കില്ല, ഞാൻ അടയ്ക്കുന്ന വാതിലിനെ തുറക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾക്കായുള്ള അനുഗ്രഹത്തെ ഞാൻ തരുന്നുണ്ട്. ഒരിക്കലും മറ്റാർക്കും അത് എടുക്കുവാനോ മാറ്റുവാനോ കഴിയില്ല. യേശു എന്തൊക്കെ വാതിലാണ് തുറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മിനിസ്ട്രിയുടെ പ്രൊമോഷന്റെ ഡോറുകൾ. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ വേദപുസ്തകം എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല. അവിടുന്ന് കൃപാവരങ്ങളാൽ നിറയ്ക്കുന്ന കർത്താവ്,
സ്പിരിച്വൽ അതോറിറ്റിയുടെ ഡോറുകൾ തുറക്കുന്ന കർത്താവ്, ജീവിതത്തിന്റെ പുതിയ പുതിയ ചാപ്റ്ററുകളെ, പുതിയ ഏടുകളെ തുറക്കുന്ന കർത്താവ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വാതിലുകളാണോ അടച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ നോക്കുമ്പോൾ കുറെ മനുഷ്യർ അടച്ചു വെച്ചേക്കുന്ന വാതിലുകൾ, എന്നാൽ യേശു ക്രിസ്തു ഇന്ന് ഈ സമയത്ത് അതൊക്കെ തുറക്കാൻ പോവുകയാണ്. ആ തുറക്കുന്ന വാതിലുകൾ ഇനി മറ്റാർക്കും അടയ്ക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ യേശു ക്രിസ്തു തുറന്നു കഴിഞ്ഞാൽ മറ്റാരും അതിനെ അടയ്ക്കാൻ പറ്റില്ല. യേശു ക്രിസ്തു അടച്ചൊരു വാതിലും മറ്റാർക്കും തുറക്കാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളോട് യേശു ക്രിസ്തു പറയാണ്, നമ്മുടെ മിനിസ്ട്രിയുടെ ഡോറും, നമ്മൾക്ക് ആത്മീയ അധികാരങ്ങളും, നമ്മൾക്ക് പ്രവചനവരത്തിന്റെ ശുശ്രൂഷകളും മറ്റു കാര്യങ്ങളും ഒക്കെ, അതിൻ്റെയൊക്കെ ഡോറുകൾ, പലവിധ ഡോറുകൾ, ഇന്ന് ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന പല ഡോറുകളും യേശു ക്രിസ്തു തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്ത് സന്തോഷമാണ്! ക്രിസ്തു തുറക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പല ഡോറുകളും യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ ക്രിസ്തു ഒരു തുറപ്പുണ്ട്. ആ തുറന്നു വെക്കുന്നതിനെ പിന്നെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. കാരണം അവിടെ വസിക്കുന്നത് ക്രിസ്തുവാണ്. ആമേൻ, സ്തോത്രം. അപ്പൊ ആരും അടയ്ക്കാതെ വണ്ണം, ആരും തുറക്കാതെ വണ്ണം, ഇത് യേശു തരുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. യേശു അടയ്ക്കുന്ന വാതിലും യേശു തുറക്കുന്ന വാതിലും. അപ്പൊ നമ്മൾക്ക് മറ്റുള്ള തെറ്റായ ബന്ധങ്ങളും അപകടകരമായിട്ടുള്ള വഴികളും പാപത്തിലേക്കുള്ള വീഴ്ചയും നമുക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും യേശു ക്രിസ്തു അടയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ യേശു ക്രിസ്തു അത് അടയ്ക്കുന്നു. നമ്മളെ നശിപ്പിക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ യേശു ക്രിസ്തു ആ വാതിലുകളൊക്കെ അടച്ചു മൂടി വെക്കാണ്. അതിനാൽ ദൈവമക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരു വാതിൽ അടയുന്നത്, ചില വാതിലുകൾ ഈ ലോകത്തിന്റെ പാതയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നന്മയുടെ വഴികളായിട്ടുള്ള വാതിലുകളൊക്കെ അടഞ്ഞു പോയല്ലോ എന്ന്. എന്നാൽ നമ്മുടെ ചില സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളെ ചില അന്യായമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് യേശു തന്നെ, ദൈവം തന്നെയാണ് നമ്മുടെ ജീവിതത്തെ സംരക്ഷിച്ച് ചില വാതിലുകൾ അടച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മൾ ഒറ്റയ്ക്കാണ് എപ്പോഴും പോരാടുന്നത്. നമ്മുടെ പോരാട്ടങ്ങളൊക്കെ എപ്പോഴും നമുക്ക് ധാരാളം പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം യേശു കണ്ടിരിക്കുന്നു. മറ്റാരും ശ്രദ്ധിക്കാതുള്ള പ്രാർത്ഥനയും കണ്ണുനീരും, ആളുകൾക്ക് ചെയ്യുന്ന സഹായവും വിശ്വാസവും ത്യാഗവും, അമിത ബുദ്ധിമുട്ടിലും നമ്മൾ ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നതും മറ്റുള്ള വ്യക്തികളെ നമ്മൾ ചേർത്ത് കൊള്ളുന്നതുമൊക്കെ ആയിട്ട് ദൈവം ആ ഫിലദൽഫിയ സഭയെ കാണുന്നുണ്ട്. ഇവിടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഈ വിധ കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലുണ്ട്. നിനക്ക് കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നിന്നെ കാണുവാൻ ഇന്ന് മറ്റാരുമില്ല. പക്ഷെ കുഞ്ഞേ, നിന്റെ പ്രവൃത്തികളെ ഞാൻ അറിയുന്നു. നീ ഇത്രയും ബുദ്ധിമുട്ടുകളിൽ, മുള്ളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും നീ എന്നെ അറിയുവാൻ, നീ എനിക്ക് എൻ്റെ മുന്നിൽ കണ്ണുനീർ ചൊരിക്കുന്നത്, നീ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത്, എൻ്റെ സ്നേഹം നീ മറ്റുള്ളവരിലേക്ക് ചൊരിയുന്നത്, ഇതൊക്കെയും ഞാൻ കാണുന്നു. ആ ഒരു പ്രവർത്തികൾ കാണുന്നുണ്ട് ദൈവം, യേശു കാണുന്നുണ്ട്. ഫിലദൽഫിയ സഭ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സഭയായിരുന്നു. പക്ഷെ വിശ്വസ്തതയിൽ പൂർണ്ണതയുള്ളവരായിട്ട് ആണ് യേശു ആ സഭയെ കാണുന്നത്. ഇന്ന് നമ്മൾ ചെറിയൊരു വ്യക്തി ആയിക്കോട്ടെ, നമ്മളിൽ കഴിവുകളില്ലാത്ത വ്യക്തികളായിക്കോട്ടെ, നമുക്ക് ധാരാളം സാമ്പത്തികമില്ല, മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് മിനിസ്ട്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ കൈകളിൽ സാമ്പത്തികമില്ല, കുറെ ശരീരഭാരങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഏറ്റവും കുഞ്ഞു പ്രവൃത്തിയും ഹൃദയം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെ യേശു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3:8 വീണ്ടും പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഫിലദൽഫിയ സഭയ്ക്ക് അല്പമേ ശക്തിയുള്ളൂ. കാരണം ആ നടക്കുന്ന പീഡനങ്ങൾക്ക് ഇടയിൽ പിടിച്ചു നിൽക്കുന്നത് വളരെ പോരാട്ടമാണ്. ആ ഒരു പോരാട്ടത്തില് ഫിസിക്കൽ പവർ അവിടെ കുറവാണ്, ഇൻഫ്ലുവൻസ് കുറവാണ്, ആളുകൾ കുറവ്, പണം കുറവ്, മറ്റ് റിസോഴ്സുകളെല്ലാം കുറവാണ്. പക്ഷേ അവിടെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ ഉറച്ചു നിന്നിരുന്നൊരു സഭയായിരുന്നു ഫിലദൽഫിയ സഭ.
അതുകൊണ്ട് തന്നെ യേശു അവരെ വീക്കായിട്ടല്ല കാണുന്നത്, അവരെ ഉറച്ചവരായിട്ടാണ് കാണുന്നത്. അപ്പൊ നമുക്ക് അല്പമേ ശക്തിയുള്ളോ, കുറച്ചേ ശക്തിയുള്ളോ, കുറച്ചേ പണമേ ഉള്ളോ, എന്താണോ നമുക്കുള്ളത്, ഉള്ളതിൽ നിന്ന് കർത്താവിന് സന്തോഷത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരെ നിങ്ങൾ വിശ്വാസപൂർണരായിട്ടുള്ളവരാണെന്ന് യേശുക്രിസ്തു നമ്മളെയും പറയുന്നുണ്ടാകും. നമ്മൾ ശക്തരല്ലെങ്കിലും വിശ്വസ്തരായിരുന്നു. അവിടെ നമ്മുടെ ടാലന്റുകളെ ഒന്നും ദൈവം കാണുന്നില്ല. ദൈവം നമ്മളിൽ നോക്കുന്നത് നമ്മുടെ ശുദ്ധതയും നിർമ്മലമുള്ള ഹൃദയത്തോടുകൂടി യേശുവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെറിയ ഒരു കാര്യമായിക്കോട്ടെ, ആ ഒരു വിശ്വസ്തതയായിക്കോട്ടെ, അതാണ് യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ആമേൻ, സ്തോത്രം. ഇത്രയും ശക്തി കുറഞ്ഞതായിട്ടുള്ള ഫിലദൽഫിയ സഭ നീ എന്റെ വചനം കാത്തു. അതൊരു വലിയ പ്രശംസയാണ്. വചനത്തെ കാത്തുവെച്ചു. അവർ സത്യത്തിൽ നിന്നും അണുവിട ചലിച്ചു മാറിയില്ല. അവർ കോംപ്രമൈസ് ചെയ്തില്ല, പാപത്തോട് കോംപ്രമൈസ് ചെയ്തില്ല. തെറ്റായ പഠിപ്പിക്കലുകൾ വന്നപ്പോഴും, മറ്റുള്ള വ്യക്തികൾ തെറ്റിപ്പോയപ്പോഴും, ലോകത്തിന്റെ പാതയിലേക്ക് ഓടിയപ്പോഴും ഇവർ കോംപ്രമൈസ് ചെയ്തില്ല. യേശുവിന്റെ ടീച്ചിങ് അവർ മുറുകെ പിടിച്ചു. യേശുവിന്റെ ടീച്ചിങ് മുറുകെ പിടിക്കുന്നതാണ് റിയൽ ക്രിസ്തീയ ലൈഫ്. യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ലൈഫ് ഈ വചനത്തെ വളച്ചൊടിച്ച് തന്താങ്ങൾക്ക് യോജ്യമാം വിധം പ്രസംഗിക്കുന്നതിലല്ല, പ്രവർത്തിക്കുന്നതിലല്ല, ജീവിക്കുന്നതിലല്ല. ആ വചനം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ആ വചനം എങ്ങനെ എന്നോട് ഇടപെടുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ട് നമ്മൾ കൃത്യമായി അതിൽ ജീവിക്കുമ്പോഴാണ്, അതിനെ വിശ്വാസത്തോടു കൂടി മുറുകെ പിടിക്കുമ്പോഴാണ് യേശുക്രിസ്തു നമ്മളിലും അത്രയും നമ്മളെ ചേർത്തുകൊണ്ട് നമ്മളെ പ്രശംസിക്കുന്നു. എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ആ ഒരു സഭയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചു, അവരെ റിജക്റ്റ് ചെയ്തു, അവഹേളിച്ചു, ഭീഷണിപ്പെടുത്തി. പക്ഷെ അവർ യേശുവിനെ പറയുവാൻ വേണ്ടിയിട്ട് അവർ ലജ്ജിച്ചില്ല. ഏത് ആൾക്കൂട്ടത്തിലും, എവിടെയും, ഏത് സ്ഥലത്തും യേശുവാണ് കർത്താവെന്ന് വിളിച്ചു പറയുവാൻ അവർ യാതൊരു മടിയും കാണിച്ചില്ല. എന്തൊക്കെ അപകടം വന്നാലും, ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നാലും, എന്തൊക്കെ പോരാട്ടങ്ങൾ ഉണ്ടായാലും, സർവ്വ നന്മകളും മുടക്കിയാലും യേശു തന്നെ കർത്താവെന്ന് പറയുന്ന ദൈവമക്കളെ കാത്താണ് യേശുക്രിസ്തു നിൽക്കുന്നത്. അങ്ങനെയുള്ളവരെ യേശു ഏറ്റവും അധികം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഫിലദൽഫിയ സഭയെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. അങ്ങനെ സ്നേഹിച്ച് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയ സഭയിലും മറ്റൊരു വലിയ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 3:9 യഹൂദര് അല്ലാതായിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്ക വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരും. യഹൂദരല്ലാതായിരിക്കെ യഹൂദരെന്ന് പറയുന്നവർ, അവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജനമല്ല, പക്ഷെ ഞങ്ങൾ ദൈവത്തെ അറിയുന്നവരെന്ന് പറയുന്നവരാണ്. അവർ നിയമവാദികള്, അഭിമാനികളും, മതവിശ്വാസികളും, മതത്തെ അങ്ങനെ തന്നെ വിഴുങ്ങി, നമ്മൾ പറയില്ലേ മതഭ്രാന്തന്മാരെന്ന്, അത്രയും മതഭ്രാന്തെടുത്ത് നിൽക്കുന്ന ആ വ്യക്തികൾ, അവർ യഹൂദന്മാരെ അല്ലാതായിരിക്കെ യഹൂദന്മാരാണെന്ന് പറയുകയാണ്. വിശ്വാസത്തെ വില കുറച്ച് കാണുന്നവരാണവർ. ശുശ്രൂഷയിൽ തടസ്സം സൃഷ്ടിക്കുന്നവർ, ആളുകളെ തള്ളിക്കളയുന്ന ആത്മീയ അഹങ്കാരികൾ. ഇന്ന് നമ്മുടെ ഇടയിലും മോടിയോടുകൂടി നിൽക്കുന്ന വ്യക്തികളെ മതി ഇന്ന് ദൈവമക്കൾക്ക്. ദൈവം അങ്ങനെയുള്ളവരെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രത്താലും മറ്റ് ജീവിത സാഹചര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്ന വ്യക്തികളെ ഇന്നത്തെ ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് വേണ്ട. നമ്മൾ അങ്ങനെ ആകരുത്. ആത്മാവിന്റെ അറിയിപ്പുകളെ തരുന്ന ഏത് വ്യക്തിയെയും നമ്മൾ ചേർത്തുകൊള്ളണം, ശോധന ചെയ്ത് നോക്കണം, അവരെ പരീക്ഷിച്ച് നോക്കണം. കഴിഞ്ഞ സഭകളിലേക്കൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ഓരോ വ്യക്തികളെ പരീക്ഷിച്ച് അവർ കറക്റ്റായിട്ട് ആത്മീയന്മാരാണോ എന്നുള്ളത് നിങ്ങൾ വിവേചിച്ചെടുത്തിട്ട് അവരെ ചേർത്തുകൊള്ളുക. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എണ്ണരുത്. അപ്പൊ ഈ യഹൂദരല്ലാതായിരിക്കെ യഹൂദരെന്ന് പറയുന്ന വ്യക്തികളെ സാത്താൻ സിനഗോഗ് എന്നാണ് അവരെ യേശു വിളിക്കുന്നത്. കാരണം അവർ വിലയിടുന്നത് നന്മയിലല്ല, അവർ തള്ളിക്കളയുന്നത് ആത്മീയരെയാണ്. സത്യത്തിൽ ജീവിക്കുന്നവരെ
പീഡിപ്പിക്കുന്ന വ്യക്തികളാണ്. അവർ യേശുവിനെ യഥാർത്ഥത്തിൽ പിന്തുടരുന്നവരല്ല. അവർ ഇരുട്ടിന്റെ ആത്മാവിനോടാണ് ചേർന്നിരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ആത്മാവിനെ പിന്തുടർന്ന് ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ വ്യക്തികളെ പുറമേ നോക്കി വിധി എഴുതാതെ അവരെ കൃത്യമായി ആത്മീയമായി ശോധന ചെയ്തിട്ട് അവരെ ക്രിസ്തുവിൽ ചേർത്ത് കൊണ്ടു കഴിഞ്ഞാൽ നമ്മളും ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. ഇല്ലെങ്കിൽ യേശുവോടെ പറയുന്നത് സാത്താന്റെ പള്ളിക്കാരെന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറയുന്നതാണ്. ആമേൻ, സ്തോത്രം. ഒരു വ്യക്തികളെയും നമ്മളങ്ങനെ മുൻവിധിയോടുകൂടി വിധിച്ചു മാറ്റി നിർത്തണ്ട, പക്ഷെ ശോധന ചെയ്യണം. ശോധന ചെയ്തിട്ട് കർത്താവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മൾ മറ്റുള്ള പുറമേ ഉള്ള മട്ടും ഭാവവും കണ്ടിട്ട് അവരാണ് വലിയവർ എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാകരുത്. അത്രയും പ്രൗഢി പിടിച്ചു നിൽക്കുന്ന വ്യക്തികളെ ഞാൻ താഴ്ത്തും. കുന്നിച്ചു നിൽക്കുന്ന വ്യക്തികളെ ഞാൻ താഴ്ത്തും. നീ അവരെ ജയിക്കേണ്ടതില്ല, ഞാനത് ചെയ്യും. ചില സ്ഥലങ്ങളിൽ നമ്മളെ പുറമേ നോക്കിയിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ടോ? ദൈവമക്കളുടെ ഇടയിലായിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുകയും എന്നാൽ നമ്മുടെ പുറമേ ഉള്ളത് കണ്ടുകൊണ്ട്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ കണ്ടുകൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നിർത്തുന്ന വ്യക്തികളെ യേശു സന്ദർശിക്കും. യേശു അവരെ യഥാക്രമപ്പെടുത്തും. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളോട് യേശു പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാൻ സംഗതി അവർക്ക് വരുത്തും. ഇന്ന് നിന്റെ പുറമേ ഉള്ള കുറെ കാര്യങ്ങൾ കണ്ടുകൊണ്ടല്ലേ നിന്നെ മാറ്റി നിർത്തുന്നത്. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും. ഞാൻ നിന്നെ സ്നേഹിച്ചു, എന്നും സ്നേഹിക്കും. നിനക്കെതിരെ ആര് നിന്നാലും ഞാൻ അവർക്കെതിരെ ഇടപെടും. യേശു നമ്മുടെ വിഷയങ്ങളിൽ ഇവയെല്ലാം ചെയ്യും. നമ്മളെ അങ്ങനെ ദ്രോഹിക്കുന്ന വ്യക്തികളുടെ കണ്ണുകളെ തുറക്കും. നമ്മുടെ മൂല്യം അവർക്ക് തിരിച്ചറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമുക്കെതിരെ ഓരോ വ്യക്തികൾ വിരോധത്താൽ എഴുന്നേൽക്കുന്നത്. അങ്ങനെ നമ്മളെ വിരോധിക്കുന്ന വ്യക്തികൾ നമ്മളെ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നമ്മളെ ആദരിക്കുന്ന രീതിയിലേക്ക് ദൈവം നമ്മളെ അവരുടെ മുൻപിൽ മാനിക്കും. സ്വർഗത്തിലെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ളൊരു പദവി തന്നെയാണ് സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവരറിയും. 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ മുമ്പേ സൂചിപ്പിച്ചു, ഫിലദൽഫിയ സഭയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഗുണമായിരുന്നു അവർ ക്ഷമയോടുകൂടി നിന്നു. പീഡനം വന്നാലും സഹിച്ചു നിന്നു. യേശുവിന്റെ വചനത്തോട് അവർ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. അല്പമേ ശക്തി ഉണ്ടായിരുന്നിട്ടും അവർ വിട്ടുകളയാതെ നിന്നവരാണ്. പാപം അവർ നോർമലാക്കി കാണിച്ചില്ല. ഒന്നിനോടും അവർ കോംപ്രമൈസ് ചെയ്തില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സഹിഷ്ണുതയോടുകൂടി ആ സഭ അവിടെ നിലനിന്നിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് യേശുക്രിസ്തു പറയുന്നത്. അങ്ങനെ സഹിഷ്ണുത കാത്തവരോട് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടുന്നതിന് വലിയ ഒരു ആഗോള പരീക്ഷണം വരുന്നു. മനുഷ്യരുടെ ഹൃദയത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസൺ വരാൻ പോവുകയാണ്. ഹൃദയങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, ഹൃദയത്തിനകത്ത് യേശുക്രിസ്തുവും ആത്മാവും നിറഞ്ഞു നിന്നില്ല എങ്കിൽ ആ ശോധനയിലൂടെ നമ്മൾ എങ്ങനെ പുറത്തു കിടക്കും? പക്ഷേ നമ്മൾ ഇതേപോലെ സഹിഷ്ണുതയോടുകൂടി നിന്നാൽ, യേശുവിനുള്ള സഹിഷ്ണുതയോടുകൂടി നിന്നാൽ, തെറ്റായ പഠിപ്പിക്കലുകൾ പഠിപ്പിക്കാതെ സ്ഥിരമായി ദൈവവചനത്തിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പഠിച്ചുറച്ചു നിന്നാൽ, ആ ആഗോള ട്രബിള് വരുന്ന സമയത്ത്, ആത്മീയ വഞ്ചന വരുന്ന സമയത്ത്, ഒരു വലിയ ഇരുട്ട് വന്ന് നിറയുന്ന സമയത്ത് ആ ഒരു വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ആ ഒരു സമയം മനുഷ്യന്റെ യഥാർത്ഥ വിജയം തെളിയുന്ന ഒരു കാലമാണത്. ഈ ഒരു സീസൺ എന്ന് പറയുന്നത് വലിയ വലിയ കഷ്ടതകൾ വരും, ലോകതലത്തിൽ ഉണ്ടാകുന്ന ആശങ്കകൾ വരും. മനുഷ്യരുടെ ഹൃദയവും വിശ്വാസവും പരിശോധിക്കപ്പെടുന്ന, നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണോ എന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു സീസണാണ് വരാൻ പോകുന്നത്. വഞ്ചനകൾ കൂടിക്കൂടി വരുന്ന കാലം, ദുഷ്ടതകൾ ഉയർന്നു വരുന്ന കാലം വരുമ്പോൾ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവിടെ സഹിഷ്ണുതയോടുകൂടി നിൽക്കണം. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടുന്നതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള ഒരു പരീക്ഷണ കാലം എങ്ങുമുണ്ട്. ആ പരീക്ഷണകാലം ഭൂതലത്തിൽ ആഗോളമുണ്ട്.
എല്ലാ ദേശത്തെയും എല്ലാ മനുഷ്യരെയും തൊടുന്ന ഒരു പരീക്ഷണ കാലത്തെ കുറിച്ച് യേശു പറയുന്നു. ലോകമൊട്ടാകെ വരുന്ന ആ ഒരു സീസണുകൾ, അത്രയും വലിയൊരു കാലഘട്ടത്തിലുള്ള ഒരു വലിയ സ്പിരിച്വൽ ഷേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനോടുള്ള തികഞ്ഞ വിശ്വാസത്തിൽ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ നിന്ന് ആ താഴ്ചയിലേക്ക് വീഴാതെ ഉയർച്ചയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അവിടെ സഹിഷ്ണുതയോടുകൂടി നിൽക്കണം. സഹിഷ്ണുതയോടുകൂടി ദൈവത്തിന്റെ വചനം കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടുന്നതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷണ കാലത്ത് ഞാനും നിന്നെ കാൽക്കും എന്നാണല്ലോ വചനം പറയുന്നത്. അവിടെ പരീക്ഷണം ഭൂമിയിൽ വരും. അങ്ങനെ പരീക്ഷണം വരുമ്പോൾ നമ്മൾ സഹിഷ്ണുതയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു അമ്പർല ദൈവം നമുക്ക് നൽകും. നമുക്കത് നഷ്ടമാകില്ല. നമുക്ക് നാശം വരാൻ വേണ്ടിയിട്ട് കർത്താവ് അനുവദിക്കില്ല. നമുക്ക് വീഴ്ച ഉണ്ടാകില്ല. നമ്മൾ സ്ലിപ്പായി പോകില്ല. ശത്രുവിന്റെ ഒരു പൊടിക്കുള്ള ഒരു അംശം പോലും നമ്മളെ തൊടുവാനാകില്ല. നമ്മുടെ ഹൃദയം തകർന്നു പോകില്ല. യേശു ഉറപ്പിച്ചു പറയാണ്, നിന്റെ നാശത്തിൽ ഉണ്ടാകില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും. പക്ഷേ നീ സഹിഷ്ണുതയോടുകൂടി നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. യേശു നമ്മളെ അവിടെ സംരക്ഷിക്കുന്നുണ്ടാകും. 3:11 വീണ്ടും പറയുകയാണ്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. യേശുക്രിസ്തു പറയാണ്, ഈ പരീക്ഷണങ്ങളും കാലഘട്ടങ്ങളും ഒക്കെ വരുമ്പോൾ നിന്നെ ഞാൻ കാത്തുകൊള്ളും. നീ സഹിഷ്ണുതയോടുകൂടി നിൽക്കണം. അപ്പോൾ ഞാൻ വരും, വേഗം വരുന്നു. യേശുവിന്റെ വരവ് അപ്രതീക്ഷിതമാണ്, വേഗതയുള്ളതാണ്, ആർക്കും അറിയാത്ത നിമിഷമാണ്. യഥാർത്ഥമായി ക്രിസ്തുവിൽ നിൽക്കുന്നവർക്ക് സന്തോഷവും, ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഭയം വരുന്നതുമായിട്ടുള്ളൊരു സമയമാണത്. ഇതൊരു ജഡ്ജ്മെന്റ് ആയിട്ട് പറയുന്നതല്ല, അതൊരു വേക്കപ്പ് വിളിയാണ്. ഉറങ്ങിയിരിക്കുന്നവരെ ഉണർന്നുകൊള്ളൂ, കാരണം ഞാൻ വേഗം വരുന്നു. നിങ്ങളെ എനിക്ക് ചേർത്ത് കൊള്ളണമെങ്കിൽ നിന്റെ സഹിഷ്ണുതയാൽ നീ നിന്നെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ സാധിക്കുകയുള്ളൂ. നീ വീണു പോകരുത്. നിന്നെ വീഴാൻ ഞാൻ അനുവദിക്കില്ല. നീ സഹിഷ്ണുതയോടുകൂടി നിന്നാ മതി. നീ എന്റെ നാമത്തിൽ നീ നിന്നാ മതി. നീ വീണു പോകാൻ ഞാൻ അനുവദിക്കില്ല. കുഞ്ഞെ, നീ ചിന്തിക്കാത്ത നാഴികയിൽ ഞാൻ വരും. അതുകൊണ്ട് നീ ജാഗ്രതയുള്ളവനായിരിക്കുക. ദൈവം വിശ്വാസപൂർണത ഉള്ളവർക്കായി തരുന്നൊരു ബഹുമതിയാണ് ആ വിജയത്തിന്റെ കിരീടം, പുരസ്കാരം, ഒരു ആത്മീയ നേട്ടമാണത്. നമ്മൾ നടത്തിയ നല്ല ജീവിതം, വിശ്വാസ ജീവിതം, നല്ല പ്രവൃത്തികൾ, നമ്മുടെ അനുസരണം, നമ്മുടെ ത്യാഗം, സഹിഷ്ണുത, ആത്മശുദ്ധി, ആദ്യ ലവ്, ഫസ്റ്റ് ലവ്, പാതി വഴിയിൽ വിട്ടുകളയാത്ത യേശുവിനോടുള്ള അനുസരണം. ഒരു പാകപ്പിഴ വന്നാലും ഓടി താതന്റെ അരികിലേക്ക് അണഞ്ഞു വന്നുകൊണ്ട് എല്ലാ നിരപ്പ് പ്രാപിച്ച് കണ്ണീരിനാൽ എല്ലാം കഴുകി ശുദ്ധീകരിച്ച് വീണ്ടും തിടുക്കപ്പെട്ട് ആത്മീയമായിട്ട് ഉയർന്ന് ജീവിക്കാൻ കാണിക്കുന്ന ഒരു വെമ്പൻ. കർത്താവിനോട് നിരന്ന്, ദൈവമേ, അബദ്ധം പറ്റിപ്പോയി, തെറ്റിപ്പോയി, എങ്കിലും കണക്കിടരുതേ, ഇനിമേൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു ആത്മാവിൽ തികഞ്ഞുകൊണ്ട് യേശുവിനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കാണ് ആ കിരീടമുള്ളത്. ആ ഒരു കിരീടത്തെ ആരും എടുക്കാതിരിക്കാനായി റിവാർഡ് എടുത്തു കളയില്ല. പക്ഷേ നമ്മളത് വിട്ടുകളഞ്ഞാൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് യേശു മുന്നറിയിപ്പ്, അത് വിട്ടുകളയുന്നത് എങ്ങനെയാണ്? ഫാൾസ് ടീച്ചിങ്, പാവം, നാം പുറകിലേക്ക് പോവുക, കയ്പ്, ശല്യപ്പെടുത്തലുകൾ, തണുത്ത അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ക്ഷമയില്ലാത്ത അവസ്ഥ, ദുർഭാഷണത്താൽ അവരെ നമ്മൾ നശിപ്പിച്ചു കളയുന്ന അവസ്ഥ, ഇങ്ങനത്തേക്ക് അവസ്ഥകൾ ഉണ്ടെങ്കിൽ കിരീടം വിട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അവിടെ മുറുകെ പിടിച്ചുകൊള്ളണം. മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇവയൊക്കെ ശ്രദ്ധിക്കൂ. ഫാസ്റ്റ് ടീച്ചിങ്ങും പാപവും പുറകോട്ട് പോകുന്നതും കയ്പും ശല്യപ്പെടുത്തലുകളും തണുത്ത അവസ്ഥകളും ഒക്കെ നീ ശ്രദ്ധിക്കൂ. ഇതൊക്കെ നിന്റെ കിരീടത്തെ കവർച്ച ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിലൂടെ നിന്റെ ആ ഒരു കിരീടത്തെ നിനക്ക് വിട്ടുകളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ പിടിച്ചുകൊള്ളുക. ഈ വിധ കാര്യങ്ങളിലൊന്നും നീ വീണു പോകരുത്.
നിന്റെ വിശ്വാസം പിടിച്ചുകൊള്ളുക, വിശ്വസ്തത പിടിച്ചുകൊള്ളുക, പവിത്രത പിടിച്ചുകൊള്ളുക, ഫസ്റ്റ് ലവ് പിടിച്ചുകൊള്ളുക, നിന്റെ മിനിസ്ട്രിയും കാളിങ്ങും നീ മുറുകെ പിടിച്ചുകൊള്ളുക. നിന്റെ ബോധ്യം, നിന്റെ നിലപാടുകളെ, ക്രിസ്തുവിലുള്ള നിലപാടുകളെ അത് കൃത്യമായിട്ട് അതിനെ അങ്ങനെ തന്നെയൊന്ന് പഠിച്ചു മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിനെ മുറുകെ പിടിച്ചുകൊള്ളുക, സഹിഷ്ണുത പിടിച്ചുകൊള്ളുക, അറിവും അനുഗ്രഹവും പിടിച്ചുകൊണ്ടാൽ നിന്റെ കിരീടം ആരും എടുക്കത്തില്ല. നമ്മൾ ഇതൊക്കെ നോക്കിയാൽ മതി. ഇല്ലെന്നുണ്ട് നമ്മളിൽ നിന്ന് ഈ സാത്താന്റെ ശക്തികളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കിരീടം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അവിടെ പിടിച്ചു കൊള്ളാനാണ് യേശുക്രിസ്തു പറയുന്നത്. 3:12 പറയുന്നു, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്നു തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആലയത്തിലെ തൂണ് യേശുവിന്റെ സന്നിധിയിൽ സ്ഥിരമായിട്ടൊരു സ്ഥാനം കിട്ടുമെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലും ഒരു പെർമനന്റ് ആക്സസ് ആണ് നമുക്ക് ദൈവം തരുന്നത്. പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാക്കി നമ്മളെ അവിടെ ദൈവം മാറ്റുന്നുണ്ടാകും. പുതിയ യെരൂശലേം എന്ന നഗരത്തിന്റെ നാമം, അതായത് സ്വർഗത്തിലെ എൻ്റെ നിത്യ വീട്. ഈ ലോകത്തിലുള്ളതല്ല നമ്മൾ. നമ്മുടെ പൗരത്വം അങ്ങ് സ്വർഗത്തിലാണ്. ആ ഒരു പുതിയ യെരൂശലേമിലാണ്. ആ ഒരു നഗരത്തിന്റെ പൗരനാണ് ഞാനും നിങ്ങളുമൊക്കെ. യേശുവിൽ സ്ഥിരതയോടുകൂടി നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങനെ ഉള്ളതാണ്. യേശു പറയുകയാണ്, നിനക്കൊരു മേൽവിലാസം ഉണ്ടാകും, ഒരു പുതിയ യെരൂശലേം, ഒരു സ്വർഗം, അതാണ് നിന്റെ വീട്. ഇന്ന് നിനക്ക് മേൽവിലാസമില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മേൽവിലാസമില്ല. ആ മേൽവിലാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ധാരാളം ദുഷികൾ കേൾക്കുന്നു, കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നു. ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, ഭവനം ഇല്ലല്ലോ എന്നുള്ള, അല്ലെ ഇത്രയും നാളായല്ലോ എന്നിട്ടും ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി ഉറച്ചു പിടിച്ചുകൊള്ളൂ. ക്രിസ്തുവിലൊരു ഭവനമുണ്ട്. ദൈവം ഒരു ഭവനം നമുക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ യെരൂശലേമിലെ ആണ്, ആ ഒരു സ്വർഗ വീട്ടിലാണ് ഇനി എൻ്റെ താമസം. നമുക്ക് ആ യേശു ഒരുങ്ങും. സ്തോത്രം. എൻ്റെ പുതിയ നാമം അവന്റെ മേലെഴുതും. യേശുവിനൊരു പുതിയ നാമമുണ്ട്. അവന്റെ നിത്യമഹത്വത്തിൽ വെളിപ്പെടുന്ന ഒരു രാജകീയ നാമം. ജയിക്കുന്നവർക്ക് ആ നാമം അവരുടെ മേലെഴുതും. അത് ദൈവത്തിനോടുള്ള പ്രത്യേക ബന്ധത്തിന്റെ അടയാളമാണ്. യേശുവിന്റെ പേര് നമ്മുടെ മുകളിൽ ഒരു മുദ്രയായിട്ടുണ്ടാകും. 3:13 പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ചെവി, ആത്മീയ ചെവി തുറന്നുകൊണ്ട്, ഹൃദയത്തിന്റെ ചെവി തുറന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ വ്യക്തമായിട്ട് ഗ്രഹിക്കണം. ഇവിടെ പേടിച്ചോടിപ്പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്നേഹത്തോടെ സ്വർഗത്തിലേക്ക് അടുത്തു വരാനാണ് വിളിക്കുന്നത്. നമ്മളത് കേൾക്കണം, നമ്മളതിനെ അനുസരിക്കണം. നമ്മളതിനെ വിമർശന ബുദ്ധിയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ, തെറ്റായ പഠിപ്പിക്കലുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വരാൻ സാധിക്കില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ശരിയായ ദിശയിൽ പഠിച്ചുകൊണ്ട് ശരിയായ ജീവിതത്തിലൂടെ സ്ഥിരതയോടെ യേശുവിലേക്ക് അടുത്തു വരിക. യേശു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മളെ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഫിലദൽഫിയ സഭയോടുള്ള ദൂത് എന്നോടും നിങ്ങളോടും ഈ ലോക മാനവരാശിയോടും ഒക്കെയുള്ള ദൂതാണ്. ഇന്ന് നമ്മളിൽ വരേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നമ്മൾ വീണ്ടും ഓർത്തുകൊണ്ട് അത് നമ്മുടെ രക്ഷയ്ക്കാക്കി നമ്മൾ നേടിയെടുത്തുകൊണ്ട് ആ രക്ഷയിൽ നമ്മൾ നമ്മുടെ വിശുദ്ധിയെ തികച്ചെടുത്തുകൊണ്ട് സ്വർഗീയ മന്ന ഭക്ഷിക്കുന്നവരായി, സ്വർഗീയ യെരൂശലേമിൽ വസിക്കുന്ന വ്യക്തികളായി, സ്വർഗത്തിൽ വസിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് ക്രിസ്തുവോളം അനുരൂപപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യപ്പെടണം. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഫിലദൽഫിയ സഭയോടുള്ള ദൂത് നിർത്തുന്നു. ഇനി ഒരേ ഒരു സഭയ്ക്കൂടെയുള്ള ദൂതാണ് നമുക്കിനി മനസ്സിലാക്കുവാനുള്ളത്. അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിച്ചു വെച്ചുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായി മാറുവാൻ എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആമേൻ.